കേജ്രിവാളിന്റെ അറസ്റ്റോടെ ഓക്സിജൻ ലഭിച്ച ഇന്ത്യ സഖ്യത്തിന് പിണറായി അവിഭാജ്യ ഘടകമായതോടെയാണ് യെച്ചൂരിയുടെ ഇടപെടലിൽ കുഴൽനാടന്റെ മനസ്സു മാറ്റിക്കാൻ ശ്രമം നടക്കുന്നത്. ഈ നീക്കത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് കോടതിയിൽ കുഴൽനാടൻ മലക്കം മറിഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ കേസ് നടത്തിയാൽ കുഴൽനാടൻ തോൽക്കും. മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് മാത്യു കുഴൽനാടൻ MLA നിലപാട് മാറ്റിയത്. മാസപ്പടിയിൽ കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് മാത്യു കുഴൽനാടൻ നിലപാട് സ്വീകരിച്ചത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു നേരത്തെ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിൽ ഇന്നലെ ഉത്തരവ് പറയാനിരിക്കെയാണ് പുതിയ നീക്കം. ഇതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂവെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് പറഞ്ഞു. മാസപ്പടിയിൽ വിജിലൻസ് കോടതിക്ക് നേരിട്ട് കേസെടുക്കാനാവില്ലെന്ന് അഭിഭാഷകനായ മാത്യുവിന് അറിയാം. മാത്യു കുഴൽനാടന്റെ പുതിയ നീക്കത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാകുന്നതായി വിജിലൻസ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. വിധി പറയാനായി ഹർജി ഈ മാസം 12ലേക്ക് മാറ്റിയിട്ടുണ്ട്. ധാതുമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മാസപ്പിടി ലഭിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത്. ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത്. ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ എതിർത്തിരുന്നു. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസ് കോടതിക്കാവില്ലെന്നും സമാന സ്വഭാവമുള്ള ഹർജികൾ നേരത്തെ തീർപ്പാക്കിയതാണെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. കുഴൽനാടന്റെ പുതിയ നീക്കത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ആശങ്ക ഉയർന്നിട്ടുണ്ട്. മാത്യു കുഴൽനാടനെ ഒതുക്കാൻ കഴിഞ്ഞ കുറെ നാളായി പിണറായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയത്. മാത്യു കുഴൽനാടൻ വിശ്വസിക്കുന്നത് പോലെ ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കേസിൽ വിജിലൻസ് കോടതിക്ക് കേസെടുക്കാനാവില്ല. മേൽക്കോടതിയുടെ പരിഗണനയിലായതിനാൽ തങ്ങൾക്ക് കേസെടുക്കാനാവില്ലെന്നായിരിക്കും വിജിലൻസ് കോടതി ഉത്തരവിടുക. ഇക്കാര്യം മാത്യുവിന് നന്നായി അറിയാം. എന്നാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് അധികാരമുണ്ട്. കാരണം മുഖ്യമന്ത്രി എന്ന പൊതുസ്ഥാനത്തിന് എതിരായ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലില്ല. മകൾക്ക് എതിരായ ഹർജി മാത്രമാണ് അവിടെയുള്ളത്. വിജിലൻസ് അന്വേഷണം വന്നാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. മുൻപ് പാമോയിൽ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഉമ്മൻചാണ്ടി വിജിലൻസ് മന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. മാത്യു കുഴൽനാടൻ തന്റെ പുതിയ നിലപാടിലൂടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കുകയാണ് ചെയ്തത്. മാത്യു സ്വമേധയാ ഒരിക്കലും ഇതിന് തയ്യാറാകുകയില്ല. അവിടെയാണ് രാഹുലിന്റെ ഇടപെടൽ നിർണായകമായത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് മാത്രമാണ് നിലവിലുള്ളത്. അത് മാത്യു വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയാണ്. ബാക്കിയെല്ലാം മകൾക്കെതിരായ കേസ് മാത്രമാണ്. അതിൽ നിന്നും സാങ്കേതികമായി മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ.